ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ഈ ജംഗ്ഷനിൽ നിന്ന് ഞാനും പിന്നാലെ പോയതാണ്. ഈ കുട്ടിയുടെ കാലിലെ മുറിവ് വേണ്ടി ഇവനോട് ഞാൻ ആദ്യമായിട്ട് ചോദിക്കുകയാണ്. കുട്ടിയുടെ കാലിലെ മുറിവ് വന്നത് സിഗരറ്റ് കുറ്റി വെച്ച് കുത്തിയതുപോലുള്ള പാടായിരുന്നു. ഏകദേശം 6ഓളം പാടി ഈ കുട്ടിയുടെ ഭാഗത്തുണ്ടായിരുന്നു. ചോദിക്കുമ്പോൾ എന്നോട് പറഞ്ഞത് ചൂടുവെള്ളം വീണത് എന്നാണ് പറയുന്നത്. വീണ്ടും ഞാൻ ആവർത്തിച്ച് ചോദിക്കുമ്പോൾ അവൻ കരഞ്ഞ് അഭിനയിച്ച് അതിനുശേഷമാണ് ഇവിടുത്തെ മറിയം ഹോസ്പിറ്റലിലെ ഡോക്ടർ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ കുട്ടി മരണപ്പെട്ടിട്ടുണ്ടെന്ന്. അതിനുശേഷമാണ് റെഫർ ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോഴും ഇവൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കയറ്റാനുള്ള തന്ത്രപ്പാടാണ് അവൻ ചെയ്തത്. അതായത് ഈ കൂടെ നിൽക്കുന്ന ഈ നാട്ടുകാരെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത്. കുട്ടിക്ക് ചോറ് കൊടുത്തപ്പോൾ ഈ കുട്ടി വൊമിറ്റ് ചെയ്ത് ഛർദ്ദിച്ചു മരണപ്പെട്ടു എന്നാണ് അവൻ പറഞ്ഞത്. പക്ഷേ ഇവന്റെ അളിയൻ അൻസൽ എന്ന് പറയുന്ന ഇവന്റെ അളിയൻ വീട്ടിലേക്ക് കയറി വരുമ്പോൾ അവൻ പറഞ്ഞ കാര്യമാണ്. കയറി വരുമ്പോൾ ഈ കുട്ടി കണ്ണ് രണ്ടും അടച്ച് തല കുമ്പിട്ട് കിടക്കുന്ന കുട്ടിക്ക് അവൻ ചോറ് വാരി കൊടുക്കുകയാണ്. അതായത് അവൻ കുട്ടിയെ മുൻപേ കൊന്നിട്ട് ചോറ് കൊടുത്തപ്പോൾ മരിച്ചതാണെന്ന് വരുത്തി തീർക്കാൻ ഇവന്റെ അളിയനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനോട് ഇവൻ ചോറ് വാരി കൊടുത്തോണ്ടിരിക്കുകയാണ്. മരിച്ച കുട്ടിക്കാണ് അവൻ ചോറ് വാരി കൊടുത്തത്. ഹോസ്പിറ്റലിൽ അതായത് അവൻ കുട്ടിയെ മുൻപേ കൊന്നിട്ട് ചോറ് കൊടുത്തപ്പോൾ മരിച്ചതാണെന്ന് വരുത്തി തീർക്കാൻ ഇവന്റെ അളിയനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനോട് ഇവൻ ചോറ് വാരി കൊടുത്തോണ്ടിരിക്കുകയാണ്. മരിച്ച കുട്ടിക്കാണ് അവൻ ചോറ് വാരി കൊടുത്തത്. ഹോസ്പിറ്റലിൽ ഈ തന്തയില്ലാഴിയെ കാണിച്ച ഈ നായിൻ്റെ മോനെ ഒന്നും തീറ്റിപ്പോറ്റരുത്. എന്തിനാ ജയിലിൽ കൊണ്ടുപോയിടുന്നത്? തീർത്ത് കളഞ്ഞേക്കണം.